റൈറ്റ് ദ ഇലക്ഷൻ ചാനൽ തുടരുകയാണ്. നമ്മൾ ദക്ഷിണേന്ത്യയിലെ BJPയുടെ പൊളിറ്റിക്കൽ ട്രിക്കുകൾ എന്തൊക്കെ എന്നതാണ്, പ്ലാൻ എന്തൊക്കെ എന്നതാണ് പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തമിഴ്നാട് പ്രത്യേകമായി പറയേണ്ട ഒന്നാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നമ്മൾ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ, സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. യൂട്യൂബിലടക്കം ആ വീഡിയോകൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അവിടേക്ക് BJPയെ പോലെ ദേശീയ രാഷ്ട്രീയം പറയുന്ന ഒരു പ്രസ്ഥാനത്തെ എത്തിക്കുക, അതിൻ്റെ അമരത്ത് ഒരുപക്ഷെ അഡ്മിനിസ്ട്രേഷൻ പദവിയിൽ ഉന്നതമായ സർക്കാർ പദവികൾ അലങ്കരിക്കേണ്ട ഒരു വ്യക്തിയെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ ഒരു നീക്കം BJP നടത്തുമ്പോൾ അത് എത്രത്തോളം ഫലം കാണും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് കിരൺ? അഭിലാഷ്, BJP തമിഴ്നാട് ഒരു പ്രധാനമായും ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് കേരളത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കേരളത്തിലൊക്കെ അവർക്ക് പരിമിതിയെക്കുറിച്ച് BJPക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ തമിഴ്നാടിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. തമിഴ്നാടിന്റെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ ഒരു ടോട്ടൽ ഹൈന്ദവ വികാരത്തിനൊക്കെ എതിരാണെങ്കിൽ പോലും ഈ മഹാഭൂരിപക്ഷം പേരും ഹിന്ദുക്കളായി നിൽക്കുന്ന ഒരു സ്ഥലത്ത്, ഹിന്ദു ആചാരങ്ങൾക്ക്, വിശ്വാസങ്ങൾക്ക് ഒക്കെ വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു വേലി പൊളിച്ചു കഴിഞ്ഞാൽ കടന്നു കയറാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഹിന്ദുത്വത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ബംഗാളിൽ എങ്ങനെയാണോ, ബംഗാളിൽ വലിയ വേലികളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ കടന്നു കയറാൻ ശ്രമിച്ചത്. പിന്നീട് മമതയ്ക്ക് അതിനെ ബുദ്ധിപരമായ മമത അതിന്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കുന്നത് കൊണ്ട് പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയും. പക്ഷെ അങ്ങനെ കടന്നു കയറാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ പോലും ബംഗാൾ കഴിഞ്ഞ തവണ BJP വലിയ ലോക്സഭയിലൊക്കെ വലിയ സീറ്റ് നേടാനൊക്കെ അവർ കഴിഞ്ഞത് ആ തരത്തിലേക്കൊക്കെ 18 സീറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ അളവല്ല. തമിഴ്നാടിനെ ആ തരത്തിലേക്ക് മാറ്റം വരുത്താൻ എങ്ങനെ കഴിയും എന്നുള്ളതിന്റെ വലിയ ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലെ അതുകൊണ്ടാണ് എണ്ണാമലയെ പോലെ ഒരാളെ തമിഴ്നാട് BJP ഘടകത്തിന്റെ അധ്യക്ഷനായി വെക്കുന്നു. അദ്ദേഹത്തിനെ പോലെ ഒരാളിന് തമിഴ്നാട് ജനതയെ സ്വാധീനിക്കാനുള്ള ഒരു ശേഷി ഇതുവരെ കണ്ട രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനായ ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോഴേ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ശശി തരൂരിന് കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ടല്ലോ, അത്തരം ഒരു സ്വീകാര്യതയിലൂടെ എങ്ങനെ മറ്റ് പൊതു രാഷ്ട്രീയക്കാരുടെ നിലപാടിൽ വന്നാൽ ദ്രാവിഡ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നവരെ മറിച്ചെടുക്കാനൊക്കെ കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ BJPയുടെ ഈ ചിലപ്പോൾ വലിയ ബുദ്ധി എന്നൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ പലതും അമ്പയെ പരാജയപ്പെട്ടു പോകാൻ കൂടിയുണ്ട്. അത് തമിഴ്നാടിനെ സംബന്ധിച്ച് അത് കഴിഞ്ഞ തവണ വലിയ ഒരു യാഥാർത്ഥ്യം കൂടിയായിരുന്നു. അത് തമിഴ്നാടിന്റെ ആ ഒരു കഴിഞ്ഞ തവണത്തെ കണക്ക് കൂടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് പറഞ്ഞാൽ തീർച്ചയായും നമുക്ക് തമിഴ്നാടിലെ ഡേറ്റകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. തമിഴ്നാട്ടിൽ 2011 മുതലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കാം അവിടുത്തെ MLA-മാരുടെയും MP-മാരുടെയും സാന്നിധ്യം സംബന്ധിച്ച ഡേറ്റകൾ ആണിത്. 2011 അംഗങ്ങളൊന്നുമില്ല, 2016 ആരുമില്ല, 2021 4 പേരെ നിയമസഭയിലേക്ക് എത്തിക്കാൻ BJPക്ക് സാധിക്കുന്നു. 2.62% വോട്ട് വിഹിതം. അതേസമയം MP-മാരാകട്ടെ 2009 അക്കൗണ്ടില്ല. 2014 ആണ് ഒരു അംഗത്തെ 5.5% വോട്ട്. 2019 എത്തുമ്പോൾ വീണ്ടും അക്കൗണ്ട് നഷ്ടമാകുന്ന ഒരു സാഹചര്യം. കിരൺ, അഭിലാഷ്, ഇതാണ് ഏറ്റവും പ്രധാനം. BJP ആദ്യഘട്ടത്തിലൊക്കെ അവിടെ എല്ലാ സീറ്റുകളിലും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒക്കെ മത്സരിക്കാൻ ശ്രമിച്ചു. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തെ പോലെ തന്നെയാണ് അതിവിശാലമായ മുന്നണികളൊക്കെ രൂപീകരിച്ച് മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു മുന്നണിയുടെ DMK മുന്നണിയുടെ നോക്കിക്കഴിഞ്ഞാൽ DMKയും ADMKയും നായകരായി ഒരു സ്ഥലത്ത് നിൽക്കും. അവർക്കൊപ്പം ചേരുന്ന പാർട്ടികൾ നിരവധി പാർട്ടികളായിരിക്കും. ഒരു സീറ്റിൽ മത്സരിക്കുന്ന 10-15 ഒക്കെ കണക്കുകളൊക്കെ കാണും ചിലപ്പോഴൊക്കെ മത്സരിക്കുന്നത്. അവരെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചൊക്കെ മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്. കേരളത്തിലെ പോലെ സ്ഥിരമായി ഒരു മുന്നണി ഒരു സ്ഥലത്ത് എന്നുള്ള മട്ടിലൊന്നുമല്ല. പലപ്പോഴും മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി. ഈ DMKയും ADMKയും മാത്രമാണ് 2 മുന്നണിയിൽ സ്ഥിരമായി ഉള്ളത്. മറ്റു പാർട്ടികളൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്ന് മത്സരിക്കുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ തവണ ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് BJP മുതിർന്നത് തമിഴ്നാട്ടിൽ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഒരു പാർട്ടിയുമായി ചേരുക. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയുമായി ചേർന്ന് കഴിഞ്ഞാൽ പതിയെ തമിഴ് ജനതയ്ക്കിടയിലേക്ക് കടന്നു കയറാൻ ഒരു സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിയും. അതിന്റെ ഫലമായിട്ട് അവർ എന്താ ചെയ്ത് അവർ ഏറ്റവും തെരഞ്ഞെടുക്കാൻ കഴിയുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഏറ്റവും യോജിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി ADMK ആണ്, ജയലളിതയാണ്. ജയലളിതയുമായിട്ടുള്ള ബന്ധവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ജയലളിതയുമായി BJP ഒരു സഖ്യമുണ്ടാക്കുന്നു. ആ തരത്തിലേക്കുള്ള ജയലളിതയുടെ ഭരണകാലത്ത് അത്തരത്തിലേക്ക് കേന്ദ്രത്തിലും ജയലളിത കണ്ടത് എല്ലാ കാലത്തും തമിഴ് രാഷ്ട്രീയം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. DMK ആയാലും കരുണാനിധി NDAയുടെയും ഭാഗമായിരുന്നു, UPAയുടെയും ഭാഗമായിരുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതങ്ങൾ വാങ്ങിയെടുക്കാൻ വേണ്ടി അത്തരം രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുള്ള
ആളുകൾ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും അതിശക്തമായ വിമർശനമാണ്. ഇപ്പോൾ അതിശക്തം ഇപ്പോഴത്തെ രാഷ്ട്രീയ കറണ്ട് പൊളിറ്റിക്സിൽ അവിടെ തമിഴ്നാട്ടിൽ നിൽക്കണമെങ്കിൽ സ്വാഭാവികമായ സ്റ്റാലിനെ സംബന്ധിച്ച് അത്തരം ഒരു രാഷ്ട്രീയം സ്വീകാര്യത എടുക്കേണ്ടതുണ്ട്. ഈ അപകടം തന്നെയാണ് സ്റ്റാലിനും തിരിച്ചറിയുന്നത്. ഇവിടേക്ക് BJP കടന്നു കയറിയാൽ, ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് BJP കടന്നു കയറിയാൽ, ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടേക്ക് BJP ഹൈന്ദവ രാഷ്ട്രീയം വളരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക പാർട്ടികൾക്ക് ഇടമില്ലാതാവും. എല്ലാ സ്ഥലത്തും BJP ശക്തമായി വളർന്നു കഴിഞ്ഞാൽ പിന്നീട് പ്രാദേശിക പാർട്ടികൾക്ക് ഇടമില്ല. മഹാരാഷ്ട്രയിലൊക്കെ ആയാലും അറിയാം, ക്രമേണ BJP ഒന്നാമത്തെ പാർട്ടിയാകുകയും മറ്റേ പാർട്ടികൾ ചുരുങ്ങി വരികയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. അവിടെ ADMK കഴിഞ്ഞ തവണ സഖ്യത്തിലേക്ക് എടുക്കുമ്പോൾ അതിന് മുമ്പിൽ തവണ ADMK 2014 ADMKക്ക് ഈ 39 സീറ്റുകൾ 37 സീറ്റ് നേടിയ പാർട്ടിയാണെന്ന് ആലോചിക്കണം. അവിടെ ADMKയുടെ ഒരു അപ്രമാദിത്വം ഉണ്ടായിരുന്നു. അത്തരത്തിൽ മെജോറിറ്റി എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. തമിഴ്നാട് എന്നാൽ ജയലളിതയാണ് എന്ന മട്ടിൽ നിന്നൊരു സ്ഥലത്താണ് അങ്ങനെ ഒരു പാർട്ടിയുമായിട്ടാണ് ഇവർ ചേർന്നത്. പക്ഷേ തമിഴ് രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേകത, ചിലപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുന്ന പോലെ ഒരേ ചേരുവയൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ബോക്സ് ഓഫീസിൽ മെഗാ ഹിറ്റാവും, ചിലപ്പോൾ 8 നിലയിൽ പൊട്ടുകയും ചെയ്യും. കഴിഞ്ഞ തവണ അതാണ് സംഭവിച്ചത്. കഴിഞ്ഞ തവണ 2019 ആ കണക്കുകൾ കൂടി ഒന്ന് കണ്ടാൽ വളരെ കൃത്യമായി തന്നെ മനസ്സിലാവും. 2019 എത്തുമ്പോഴേക്കും 37 സീറ്റ് കിട്ടിയ ADMKക്ക് ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരുന്ന ഒരേ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത്. DMK സംബന്ധിച്ചാണെങ്കിൽ DMK കഴിഞ്ഞ തവണ 24 സീറ്റുകൾ നേടി. DMKക്കൊപ്പം നിന്ന കോൺഗ്രസിന് ലാഭമുണ്ടായി 8 സീറ്റുകൾ നേടി. CPM-ഉം CPI-യും 2 സീറ്റുകൾ വീതം നേടി. ലീഗിനും ഒരു സീറ്റിലൊക്കെ ലഭിച്ചു. ആകെ ഇന്ത്യയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ BJP-യുമായി സഖ്യത്തിലേർപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി കൊണ്ട് ആ പാർട്ടിക്കും BJP-ക്കും കനത്ത നഷ്ടമുണ്ടായത് തമിഴ്നാട്ടിൽ ആണ്. അവിടെ ADMK സഖ്യം കൊണ്ട് BJP-ക്കും ലാഭമുണ്ടായില്ല, ADMK ലാഭം ഉണ്ടായില്ലെന്ന് മാത്രമല്ല രണ്ടുപേർക്കും കനത്ത തിരിച്ചടി നേടേണ്ടി വന്നു. പിന്നെ എനിക്കൊന്ന് സമാനമായ രീതിയിൽ പറയാവുന്ന ഒരു ഏക പാർട്ടി ശിരോമണി അകാലിദളാണ്. അവിടെ 11 സീറ്റുകൾ 2 സീറ്റിൽ മാത്രമാണ് ശിരോമണി അകാലിദളിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. പക്ഷെ അവിടെയും അപ്പോഴും മുന്നണിക്ക് ഒരു പരിധിയൊക്കെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ തമിഴ്നാട്ടിൽ BJP, അതുകൊണ്ട് തന്നെയാണ് BJP ബന്ധം ഇത്തവണ മുറിക്കാൻ ADMK തയ്യാറായത്. ADMK പറഞ്ഞത് നിങ്ങളുമായി ബന്ധത്തിലുള്ളതിന് മുമ്പ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നോട്ട് ചോദിക്കുന്ന അത്ര വോട്ട് പോലും കിട്ടാത്ത അവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ BJP മറ്റു നീക്കം കൂടി നടത്തുന്നുണ്ട്. പനീർസെൽവം ഒക്കെ ഇപ്പോൾ ADMKയിലെ അധികാര തർക്കം കാരണം BJP-യുമായി അടുക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ചിലപ്പോൾ BJP അത്തരത്തിലേക്ക് പനീർസെൽവത്തെ പോലെ ഒരു നേതാവിനെയൊക്കെ കൂടെ കൊണ്ടുവരാനുള്ള ശ്രമം ചിലപ്പോൾ നടത്താനുള്ള സാധ്യതയും നമുക്ക് നിലവിൽ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും തമിഴ്നാടിന്റെ അവസ്ഥയിൽ ADMKയ്ക്കൊപ്പം ചേർന്നാലും ഒറ്റയ്ക്ക് നിന്നാലും അല്ലെങ്കിൽ പനീർസെൽവത്തെ കൊണ്ടുവന്നാലും എല്ലാം ഇപ്പോൾ DMK സംബന്ധിച്ച് അവിടെ ഒരു അപ്രമാദിത്വമോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു സ്വാധീനമൊക്കെ അവിടെയുണ്ട്. പക്ഷെ അപ്പോഴും BJP ഇത്തരം ശ്രമങ്ങൾ എന്തായാലും അണ്ണാമലൈ ഒരു ക്രൗഡ് പുള്ളറായി അവിടെ നിൽക്കുന്നു എന്നതൊരു വസ്തുത തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് നമുക്ക് പാർലമെന്റിലെ ചെങ്കോൽ, അതിനെ പരാമർശിച്ചു പോകാതെ വയ്യ. അത്തരം സാഹചര്യങ്ങൾ അത് തന്നെയാണ്. ചെങ്കോൽ മാത്രമല്ല, പാർലമെന്റിലേക്ക് ചെങ്കോൽ കൊണ്ടുവരുന്നു. ചെങ്കോല് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഏതെങ്കിലും പ്രാധാന്യമുള്ള ഒന്നേ അല്ല. അത് അങ്ങനെ ഒരു അടയാളമാക്കി മാറ്റുന്നു. അവിടേക്ക് ആത്മീയ ആചാര്യന്മാരെ എത്തിക്കുന്നു. അതിനിടയിലാണ് ഈ സനാതനധർമ്മം പോലെയുള്ള ചില വാവിട്ട വാക്കുകൾ DMKയിൽ നിന്ന് ലഭിക്കുകയും DMKക്ക് അഭിലാഷ് സനാതനധർമ്മം പറഞ്ഞത് DMKക്ക് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഗുണമാണ്. പക്ഷേ ആയുധമാക്കാൻ BJPക്ക് സാധിക്കുന്നു. അവിടേക്ക് ചെങ്കോൽ കൊണ്ടുവരുന്നു. അവിടെ ചെസ് ഒളിമ്പ്യാഡ് നടന്നപ്പോൾ തമിഴ്നാട്ടിലേക്ക് ചെസ് ഒളിമ്പ്യാഡ് വരുമ്പോൾ അവിടെ ചൈനീസ് ഭരണാധികാരി ഷീ ജിൻപിങ് വരുമ്പോൾ മഹാബലിപുരത്ത് വെച്ചാണ് സ്വീകരിക്കുന്നത്. മഹാബലിപുരത്തെ ഒരു വലിയ സംഭവമാക്കി അവർ മാറ്റുന്നു. അതോടൊപ്പം തന്നെ മോദി വീണ്ടും തമിഴ്നാട്ടിലേക്ക് നിരന്തരമായ സന്ദർശനത്തിന് പോകുന്നു. ഇത്തരം വലിയ തമിഴ്നാടിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിലൊക്കെ തമിഴ്നാടിന് സഹായം നൽകാതിരുന്ന, പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ സഹായം നൽകാതിരുന്ന അല്ലെങ്കിൽ തമിഴ്നാട് നിന്നിരുന്ന BJP ഇത്തവണ പ്രളയം ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് അവിടുന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വരുന്നു, മന്ത്രിമാർ വരുന്നു, അവിടുത്തേക്ക് കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുന്നു, കേന്ദ്രത്തിന്റെ മറ്റ് സേനകളുടെ സഹായം പ്രഖ്യാപിക്കുന്നു, അതെല്ലാം നടപ്പാക്കുന്നു. ഇതെല്ലാം വളരെ ഉച്ചത്തിൽ തന്നെ നടപ്പാക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇത് സേവനം ചെയ്യുന്നു. അത്തരത്തിലേക്ക് മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഈ തമിഴ്നാട് ഒരു സ്ഥലം പൂർണ്ണമായും വിട്ടുകളയാൻ എന്തായാലും BJP തയ്യാറല്ല. അവിടെയും അവർ അത്തരം ഒരു പരീക്ഷണമൊക്കെ നടത്തും. അതിനുള്ളൊരു മുന്നോടി തന്നെയാണ് വളരെ നേരത്തെ തന്നെ തമിഴ്നാട്ടിന്റെ വികാരത്തിനൊപ്പം നിൽക്കാൻ BJP എന്ത് ചെയ്യണം, അത്തരം ഒരു നീക്കം കൂടി BJP നടത്തുന്നത്. എന്തായാലും ശക്തമായ